ഒരു ഓട്ടോക്യാഡ് ഫയൽ, ഒരു 3D ഫയൽ നമ്മൾ വരച്ചതിന് ശേഷം ആ ഫയൽ റെൻഡർ ചെയ്യണം. റെൻഡർ എന്ന ആവശ്യം നമ്മുടെ ഒബ്ജക്റ്റുകളെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ കിട്ടാനാണ് നമ്മൾ ഒബ്ജക്റ്റുകൾ റെൻഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹൗസാണ് നമ്മൾ നിർമ്മിക്കുന്നത് എങ്കിൽ ആ ഹൗസിന്റെ റെൻഡർ ചെയ്തതിന് ശേഷം അത് നമുക്ക് അതിന്റെ ക്ലയന്റിന് സപ്ലൈ ആവുന്നതാണ്. അതിന് കാരണം റെൻഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒബ്ജക്റ്റിൽ നമുക്ക് മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ലൈറ്റ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഷെയ്ഡിങ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റെൻഡർ യൂസ് ചെയ്യുന്നത്. ഇവിടെ റെൻഡറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു 3D മോഡൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത ഒരു 3D മോഡൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ഒരു 3D മോഡൽ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മോഡലിനെ നമുക്ക് എങ്ങനെയാണ് റെൻഡർ ചെയ്യുന്നത് എന്ന് നോക്കാം. വ്യൂ എന്ന ഓപ്ഷനിൽ റെൻഡർ എന്ന ഓപ്ഷനിൽ വന്നുകൊണ്ട് ഇവിടെയുള്ള ഓപ്ഷനുകൾ എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് റെൻഡർ എന്ന ഓപ്ഷൻ എന്താണ് എന്ന് നോക്കാം. ഇവിടെ കാണാൻ പറ്റും റെൻഡറിംഗ് ടൈപ്പ് എന്നത്. റെൻഡറിംഗ് ടൈപ്പ് 4 രീതിയിലുണ്ട്. റെൻഡർ എന്ന ഒരു ഓപ്ഷൻ, അതുപോലെ തന്നെ ഫോട്ടോ റിയൽ എന്നൊരു ഓപ്ഷൻ, അതുപോലെ ഫോട്ടോ റേ ട്രേസ് എന്ന ഓപ്ഷൻ. ഈ 3 ഓപ്ഷനും, ആദ്യത്തെ ഓപ്ഷൻ സാധാരണ രീതിയിലുള്ള റെൻഡറിംഗ്, രണ്ടാമത്തെ ഓപ്ഷൻ കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള റെൻഡറിംഗ്, മൂന്നാമത്തെ ഫോട്ടോ റേസ്. ഈ 3 രീതിയിലും ഫോട്ടോ റേ ട്രേസ് എന്ന ആ ഒരു റെൻഡറിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ലൈറ്റ് ഐക്കൺ സ്കെയിൽ എന്നൊരു ഐക്കൺ സ്കെയിൽ ഉണ്ട്, അതുപോലെ തന്നെ സ്മൂത്തിങ് ആംഗിൾ ഉണ്ട്. സ്മൂത്തിങ് ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റിന്റെ സ്മൂത്ത്നെസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ആംഗിൾ ആണ്. 45 എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സ്മൂത്ത്നെസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ 45 എന്ന ആംഗിളിലായിരിക്കും. റെൻഡറിംഗ് ഓപ്ഷൻസിൽ സ്മൂത്ത് ഷെയ്ഡ്, അപ്ലൈ മെറ്റീരിയൽസ്, ഷാഡോസ്, റെൻഡർ ക്യാച്ച്, ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഡെസ്റ്റിനേഷൻ എന്നത് നമ്മൾ വ്യൂ പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യൂ പോർട്ടിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സബ് സാമ്പിളിംഗ് 1:1 എന്നുള്ള ഒരു ഓപ്ഷനും ഇവിടെ കാണാവുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ റെൻഡർ ചെയ്യുക എന്ന് നോക്കാം. ജസ്റ്റ് റെൻഡർ എന്ന കീ ടാബിൽ ക്ലിക്ക് ചെയ്യുക. വലിയ ഫയൽസ് ഒക്കെ ആണെങ്കിൽ റെൻഡർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പൊ നോക്കുക, നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനി അതിനെ ക്ലോസപ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ, നന്നായിട്ട് ക്ലോസപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ക്ലോസപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് റെൻഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് നമുക്ക് റെൻഡർ ചെയ്ത ഭാഗങ്ങൾ കാണാൻ പറ്റും. റെൻഡർ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന ഒബ്ജക്റ്റുകൾക്ക് കുറച്ച് കാര്യങ്ങൾ, ചില രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ചില ഭാഗത്ത് കാണാൻ പറ്റും. ആ ഒരു കാര്യങ്ങളെ ഒഴിവാക്കാനാണ് നമ്മൾ റെൻഡർ ചെയ്യുന്നത്. ഈ ഫയൽ ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് റെൻഡറിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ആ റെക്റ്റാങ്കിളിനെ എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഇങ്ങനെ വന്നതിന് ശേഷം ഷെയ്ഡ് മോഡിലേക്ക് ഇടുന്നു. ഇനി ഒരു സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ആ സർക്കിളും എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി റെൻഡറിങ് ചെയ്യാനായിട്ട് നമ്മൾ RR എന്നുള്ള ഷോർട്ട് കീ ആണ് യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാവുന്നതാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ ആ കളർ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ പ്രിവ്യൂ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഓട്ടോക്യാഡ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂസ് വേണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്തിടാൻ പറ്റും. ഓട്ടോക്യാഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയുള്ളത് ഗ്രേഡിയൻ്റ് എന്ന കളറാണ്. ഗ്രേഡിയൻ്റ് എന്നൊരു കളർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ കളറിൻ്റെ
കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരിക. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ഓൺലി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അതിൻ്റെ എൻറോൾമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ഗ്രേഡിയൻ്റ് ആയിട്ടോ സോളിഡ് ആയിട്ടോ നമുക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഗ്രേഡിയൻ്റ് കളേഴ്സ് നമുക്ക് സെലക്ട് കളേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ചെന്നുകൊണ്ട് ഏത് കളറാണോ വേണ്ട ആ കളർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അത് അതിൻ്റെ പ്രിവ്യൂവിൽ അങ്ങനെ കാണാൻ പറ്റും. അതുപോലെ ഈ കളർ വേണമെങ്കിൽ ഈ കളർ എടുത്തിട്ട് സെലക്ട് കളർ, വേറെ ഏതെങ്കിലും കളറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കളർ കൊണ്ട് വയ്ക്കുക. അതുപോലെ ഇവിടുത്തെ കളർ നമുക്ക് ഓരോ കളറും നമ്മുടെ ആവശ്യാനുസരണം സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിരിക്കുക. അതുപോലെ തന്നെ ഈ രണ്ട് ഓപ്ഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതാണ് ഇമേജ്. ഇമേജ് എന്ന ഓപ്ഷൻ നമുക്ക് ഒരു ബിറ്റ് മാപ്പ് ഫയൽ ഇവിടെ നിന്നും ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിൻ്റെ പ്രിവ്യൂവിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറേ ടൈപ്പിലുള്ള ഫയൽസ് ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു ഫയൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ എന്ന് കൊടുക്കുക. അപ്പോൾ ആ ഓപ്പൺ ഫയൽ അതിൻ്റെ പ്രിവ്യൂവിൽ ആ ഫയലിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അഡ്ജസ്റ്റ് ബിറ്റ് മാപ്പ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫിറ്റ് ടു സ്ക്രീൻ ആണോ, യൂസ് ഇമേജ് ആസ്പെക്ട് റേഷ്യോ, ഫിറ്റ് ടു സ്ക്രീനിലേക്ക് കൊടുക്കാം, നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഫയലുകൾ നമ്മൾ എൻ്റെ ഒരു ടെക്സ്ചർ ഫയലുണ്ട്, ആ ഫയലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് വേണമെങ്കിൽ ചേഞ്ചസ് വരുത്തിയിടാവുന്നതാണ്. ഏത് ഫയലാണ് ആവശ്യമെങ്കിലും ആ ഫയൽ ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പ്രിവ്യൂവിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഫയൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. യൂസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്ന് കൊടുക്കുകയാണ്, റെൻഡർ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പുറകു വശത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ബിറ്റ് മാപ്പ് ഫയൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ റെൻഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒബ്ജക്റ്റ് ഇപ്പോൾ ഓൾറെഡി റെൻഡർ ആയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. അത് റെൻഡറിങ് ടൈമിൽ മാത്രമേ നമുക്ക് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഈ മോർ ഓപ്ഷൻസിൽ വന്നിട്ടാണ് നമ്മൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിൽ വന്നിട്ടാണ് നമ്മൾ ഈ ചേഞ്ചസ് വരുത്തുന്നത്. അങ്ങനെ ചേഞ്ചസ് വരുത്തുമ്പോൾ നമ്മൾ ഏതിതാണോ ആവശ്യമുള്ളത്, ഏത് ഫയലാണോ ആവശ്യമുള്ളത് ആ ഫയൽ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏത് ഫയലിലാണോ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി യൂസ് ചെയ്യേണ്ടത് ആ ഫയൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇടാവുന്നതാണ്. അപ്പം ഇതുപോലെ നമ്മൾ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു CAD ഫയൽ ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ ഒരു CAD ഡ്രോയിങ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഏത് രീതിയിലാണ് നമുക്ക് വളരെ വളരെ നല്ല രീതിയിൽ ക്ലയൻറ്റിന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻസ് നമ്മളെല്ലാം നോക്കി. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായി. ഇനി അതുപോലെ തന്നെയുള്ള ഒരു ഓപ്ഷനാണ് ഫോഗ് എന്ന ഓപ്ഷൻ, ഫോഗും ഡെപ്ത് ക്യൂവും. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫോഗ് ഡെപ്ത് ക്യൂ എന്നുള്ളൊരു ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ നമുക്ക് കളർ സിസ്റ്റംസിൽ ഫോഗ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാം. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു കളറ് നമ്മൾ ഫോഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ ആ ഫയലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ സെലക്ട് ഇൻഡെക്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നിയർ ഡിസ്റ്റൻസ്, ഫാർ ഡിസ്റ്റൻസ്, ആ ഫോഗ് എവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, നിയർ ഫോഗ് പെർസെൻറ്റേജ്, അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം റെൻഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫോഗ് എഫക്റ്റ് ഇപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫോഗ് എഫക്റ്റ് നമ്മൾ കൊടുക്കാൻ കാരണം അവിടെ നമ്മൾ ഫോഗ് എന്ന് കൊടുത്തുകൊണ്ടാണ്. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളും അതുപോലെ തന്നെ ഒരു സർക്കിളും ആയതുകൊണ്ട് അതിൽ വലിയ വ്യത്യാസങ്ങളോ ഫോഗിൻ്റെ എഫക്റ്റ് നമ്മൾ കാണാവുന്നതാണ്. പക്ഷേ നമുക്ക് ഈ ഫയൽ ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു നേരത്തെ ചെയ്ത ആ ഒരു ഫയൽ തന്നെ ഓപ്പൺ ചെയ്യാം. കാരണം നമ്മൾ ഒരു 3D ഒബ്ജക്റ്റ് വലിയൊരു ഫയലാകുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ അത് കാണാൻ പറ്റുക. ഇവിടെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഒബ്ജക്റ്റിന് കുറച്ച് ക്ലോസപ്പ് ആയിട്ട് ഇടുന്നു, റെൻഡർ എന്ന ഓപ്ഷൻ എടുക്കുന്നു. നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രിവ്യൂ നോക്കുക. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെറ്റ് ചെയ്തു. അതിനുശേഷം ഓക്കെ എന്ന് കൊടുത്തു. ഇവിടെ ഫോഗായിട്ട് കുറച്ച്
എനേബിൾ ഫോഗ്, ഫോഗ് ബാക്ക്ഗ്രൗണ്ട്, ഒരു ലേശം ഫോഗും എല്ലാത്തിലും അപ്ലൈ ചെയ്തു. ഇൻഡെക്സഡ് കളർ എന്നുള്ളത് ഒരു ബ്ലൂയിഷ് കളർ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുത്തു. റെൻഡർ എന്ന ഓപ്ഷൻ കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ റെൻഡർ ചെയ്യാണ് നമ്മുടെ ഇമേജ് റെൻഡർ ചെയ്തതിന് ശേഷം നോക്കുക, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത് മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, ആ ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലാതെ അതിൽ ഒരു ഫോഗ് എഫക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ എഫക്റ്റ് നമ്മുടെ ഒബ്ജക്റ്റിന് വന്നിട്ടുണ്ട്. അതിന് കാരണം നമ്മളിവിടെ കൊടുത്ത റെൻഡറിങ് ഓപ്ഷനിൽ കൊടുത്ത ആ ഫോഗിന്റെ എഫക്റ്റ് ആണ്. ഇതുപോലെ ഈ ഫോഗുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്.